നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെമ്മാപ്പിള്ളിയിൽ ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. പാചകവാതക വില വർധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രതിഷേധിച്ചു. വാർത്തകൾ തുടരുന്നു. ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരിഞ്ഞനം, പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 25 വർഷത്തെ കാലാവധിയിൽ നിർമ്മിച്ച ഈ പാലം ഇപ്പോൾ തന്നെ 50 വർഷത്തിലധികമായിട്ടുണ്ട്. പഴക്കം ചെന്ന പാലം പുതുക്കിപ്പണിയാൻ വർഷങ്ങൾക്ക് മുൻപ് ജനപ്രതിനിധികൾ സന്ദർശിച്ച് തീരുമാനമുണ്ടായെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മതിലകം, കുറ്റിലക്കടവ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മറുകരയിലുള്ളവർക്ക് എളുപ്പത്തിലെത്താൻ ലക്ഷ്യമിട്ടാണ് മഴുവഞ്ചേരി നടപ്പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകൾ പലതിനും ബലക്ഷയം വന്ന നിലയിലാണ്. സ്കൂൾ സമയത്ത് നിരവധി കുട്ടികളാണ് ഈ നടപ്പാലം വഴി സഞ്ചരിക്കാറുള്ളത്. പേടിയാണ്, കാരണം കാലിങ്ങനെ പാലത്തിൻ്റെ കാലൊക്കെ ദ്രവിച്ച് നിൽക്കണം, അതാണ് ബുദ്ധിമുട്ട്. ഒരുപാട് വീട്ടുകാരുണ്ട് അവിടെ, ആ വഴിക്ക് അവിടുന്ന് വഴിയുണ്ട്, പക്ഷേ ഇതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. നല്ല സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ പോവില്ല. നമുക്കത് ഭയങ്കര നഷ്ടമല്ല. ഈ എളുപ്പ വഴി ഉള്ളതുകൊണ്ടാണ് അവിടെ പോകണത്, അല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ല. കൊല്ലങ്ങൾക്ക് മുപ്പട്ട്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞ്, പാലത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പണിതിട്ട് കാലാവധി കഴിഞ്ഞിട്ട് 10-30 വർഷം കഴിഞ്ഞ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ അടി സൈഡിൽ കമ്പി നോക്കിയാൽ അറിയാം, എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള അവസ്ഥയാണ്. പിന്നെ അവിടെ മുഴുവഞ്ചേരി തുരുത്തിൽ ഒരു 10-20 പിള്ളേർ, പഠിക്കുന്ന പിള്ളേർ ഓത്തുള്ളിലും പോണതും മദ്രസയിൽ പോണതും ഒക്കെ ഈ വഴിക്ക് തന്നെയാണ്. അവിടെ ആശ്രയിച്ച് വരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടേക്കാണ് വരൽ. ജോലിക്ക് പോണത്, പിന്നെ കമ്പനി പോണത്, ഉറവ് കടയിൽ പോണത്, ചന്താസി പോണ പെണ്ണുങ്ങൾ ഒക്കെ ഈ പാലത്തുമ്മലേക്ക് ആശ്രയിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കയറി നിൽക്കില്ല, മക്കളെ കയറി നിൽക്കില്ല, എപ്പോഴും വീഴുന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ നിൽക്കണം. കയ്പമംഗലം, ഇരിങ്ങാലക്കുട എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പാലത്തിന്റെ ഇരുകരകളും. നിലവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പാലം കടന്നു പോകുന്നവർ ഏറെ ഭയന്നാണ്. നടപ്പാലത്തിന്റെ അപകടാവസ്ഥ കാരണം പലരും ഈ മാർഗം ഉപയോഗിക്കാതെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത്. പെരിഞ്ഞനം, പടിയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്. പ്രദേശവാസി ശശിധരൻ മുൻ മന്ത്രി ആർ ബിന്ദുവിനും മുൻ MLA ED ടൈസൺ മാസ്റ്റർക്കും പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആർ ബിന്ദു നിവേദനം കൈമാറുകയും ചെയ്തതായി ശശിധരന് അറിയിപ്പ് ലഭിച്ചിരുന്നു. 25 കൊല്ലത്തെ കപ്പാസിറ്റി ഉള്ളുന്ന പാലം അതിപ്പോൾ 50 വർഷത്തിലധികമായി. അപ്പോൾ ഇതിൽ ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഫയലുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലും ഫണ്ട് അനുവദിച്ച് കിട്ടേണ്ട കാര്യത്തിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഞാൻ ഈ ഓരോ പരാതികളും അപേക്ഷകളും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂർ വെച്ചിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു അദാലത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പരാതി കൊടുത്ത് മറുപടി കിട്ടി. ഈ രൂപ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാലം നിർമ്മാണം സംബന്ധിച്ച് ഫണ്ടുകൾ ബന്ധപ്പെട്ട വകുപ്പ് ലഭ്യമാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. എഴുതിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ നീതു സുജേഷ് അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തകൻ സുധീഷ് അമ്മവീട് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി ജോഷി, PA ഷമീർ, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ പോകാൻ കാത്തിരിക്കും. എന്തിനാണ്? നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി, അല്ലേ? മാമൻ്റെ വീട്, അപ്പൂപ്പൻ്റെ വീട്, വെല്ലിച്ചൻ്റെ വീട്, അങ്ങനെ പല ബന്ധുക്കളുടെയൊക്കെ വീടുണ്ടാവും നമുക്ക്.
ആ വീട്ടിൽ നമ്മളിങ്ങനെ പോകും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച അവിടെ താമസിക്കും. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് വലിയൊരു സൗഹൃദം പറയുന്നുണ്ടാവും. അവിടെ കുറേ കൂട്ടുകാർ അന്ന് കിട്ടും. ആ കൂട്ടുകാർ അവിടെ വളരും, പിന്നീട് നമ്മൾ ഇവിടെയും വളരും. അങ്ങനെ വളരുമ്പോഴും ആ ബന്ധം അങ്ങനെ ദൃഢപ്പെട്ടു പോകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അക്കാലത്ത് സ്കൂൾ പഠനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും ഒക്കെ തന്നെ പഠിക്കുന്നത് എവിടെയായിരിക്കും? സ്കൂളിലായിരിക്കും. ഒരു ഉദാഹരണം പറയാം. എടത്തിരുത്തിയുള്ള സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഒരു 10-30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ആ എടത്തിരുത്തി സ്കൂളിലായിരിക്കും അവിടെ വരുന്ന ബഹുഭൂരിപക്ഷം പിള്ളേർ കുട്ടികൾ ഒരേ സ്കൂളിലായിരിക്കും പഠിക്കാം. വളരെ അപൂർവം പേര് വേറെ എവിടെയെങ്കിലും പോകും. ഇന്ന് സ്ഥിതി അതല്ല. ഇപ്പം ഈ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ തന്നെ എത്ര സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും? എല്ലാവരും ഒരു സ്കൂളിൽ പഠിക്കുന്നവരാണോ? അല്ല, അല്ലേ? പാചകവാതക വില വർധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൽ സമദ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂണിറ്റ് ട്രഷറർ കമറുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. MKM ഇക്ബാൽ, അൻവർ, ഹാഷിം, മെഹബൂബ്, ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരികൾക്ക് വ്യാപാരം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളാണെങ്കിൽ അടച്ചിട്ടുണ്ട്, ബേക്കറികൾ, ഇതുപോലുള്ള പല സ്ഥാപനങ്ങളും ഇപ്പം അടഞ്ഞു കിടക്കുകയാണ്. സത്യത്തിൽ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നൊരു ഹോട്ടൽ തുറന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടിയതാണ്, അതായത് ഒരു ഒടുക്കത്തെ വിലയാണ് കൂടിയേക്കുന്നത്. അപ്പം കട അടച്ചിട്ടില്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. സത്യത്തിൽ കഴിഞ്ഞ 6-ാം തീയതി ഹോട്ടലും ബേക്കറിയും അടച്ചിട്ട് നമ്മൾ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് യാതൊരു കേന്ദ്രത്തിൽ നിന്ന് യാതൊരു ഇതും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ 33-ാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് 40 വർഷം സേവനം ചെയ്ത് വിരമിച്ച ലതിക ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും ആദരവും നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊരു ആദരവ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. മുമ്പും പിൻപും ഇപ്പോൾ ഉള്ള തലമുറയും ഒക്കെ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിലും സദസ്സിലുമായിട്ട് അവരങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുമ്പ് നിരവധിയായിട്ടുള്ള പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു അംഗൻവാടി ടീച്ചർമാരുടെ റിട്ടയർമെൻറ്റിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ടീച്ചറുടെ ഇടപെടലുകളും ടീച്ചറുടെ മേന്മകളുമൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടീച്ചർ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇത്തരം കൂടുതൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതെന്നും അതിന് പ്രാപ്തരായിട്ടുള്ള രീതിയിൽ നമ്മുടെ മക്കളെയൊക്കെ വളർത്തിയെടുക്കുന്നതിനും ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ ഇവിടെ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇനിയും ഒരുപാട് കർമ്മമണ്ഡലങ്ങളിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും. നമുക്ക് ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഇനിയും ഒരുപാട് നന്മകൾ ടീച്ചർക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയും. സുനിച്ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു, ഗ്രാമസഭ തൊട്ട് കുട്ടികളെ വളർത്തുന്നതിന് ഇടയിലുള്ള നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും ടീച്ചർ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ടീച്ചർക്ക് ഇടപെടാനുണ്ട്. ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ ടീച്ചർ ചെയ്യാനുണ്ട്. വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീന രാജു, ICDS സൂപ്പർവൈസർ ദീപ്തി, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ജുമാന, ഗ്രാമപഞ്ചായത്ത് അംഗം മുരളീധരൻ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ സത്താർ മാസ്റ്റർ, അഹമ്മദ് കുട്ടി മാസ്റ്റർ, ലോഹിതാക്ഷൻ, ഹയറുന്നിസ, വീനിഷ, സുജാത, മേരി, ആശാവർക്കർ സുധീന, CDS മെമ്പർ ആമിന ഷംസുദ്ദീൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രന്യ ബിനീഷ്, കമ്മിറ്റി അംഗം സുസി ബെന്നി, രാഗി രഘു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പറഞ്ഞ് മണലൂർ നിയോജക മണ്ഡലം നിയുക്ത MLA
പ്രൊഫസർ സി രവീന്ദ്രനാഥ് പര്യടനം ആരംഭിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ ആശാരിമൂലയിൽ നിന്നാണ് പര്യടന പരിപാടി ആരംഭിച്ചത്. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഷിമി ഗോപി അധ്യക്ഷയായി. അരിമ്പൂർ പഞ്ചായത്തിലെ പര്യടനത്തിന് ശേഷം കാഞ്ഞാണി, മാമ്പുള്ളി, തൃത്തലൂർ, ചെട്ടിക്കാട്, മൊയ്തീൻ പള്ളി, വാടാനപ്പള്ളി ബീച്ച്, വാടാനപ്പള്ളി, ഏനാമാക്കൽ, കരുവന്തല, ഇടിയഞ്ചിറ, പാടൂർ, തൊയക്കാവ് എന്നിവിടങ്ങളിലെ നന്ദി പറയലിന് ശേഷം പര്യടനം വെങ്കിടങ്ങിൽ സമാപിച്ചു. LDF കൺവീനർ TV ഹരിദാസൻ, ചെയർമാൻ VR മനോജ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, PG സുബിദാസ്, VN സുർജിത്, KK ശശിധരൻ, KA വിശംബരൻ, KM ഗോപിദാസൻ, KR ബാബുരാജ്, MK സദാനന്ദൻ, VV പ്രഭാത്, സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ, അഷ്റഫ് വലിയകത്ത്, KA ബാലകൃഷ്ണൻ, KK ബാബു, K രാഗേഷ് തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. മണലൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ പ്രബുദ്ധരായ മണലൂർ സുഹൃത്തുക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്, രാപ്പകൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുമ്പോൾ മണലൂരിൻ്റെ വികസനം മണലൂരിലെ ജനങ്ങളുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട് എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവുകളെല്ലാം ഞങ്ങളുടെ തുടർ പ്രവർത്തനത്തിന് ശക്തി നൽകും, കരുത്തു നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും മണലൂരിനെ ഒരു മാതൃകാ മണ്ഡലമാക്കുവാൻ നവമണലൂർ എന്ന ആശയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. കാഞ്ഞാണിയുടെ ഗതാഗത പ്രശ്നങ്ങളടക്കം മണലൂരിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000 പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തൃശൂർ ജില്ലയിലെ ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ DM ഡെപ്യൂട്ടി കളക്ടർ K. കൃഷ്ണകുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. ചെമ്മാപ്പള്ളി ബാപ്പുനഗറിൽ എലുവത്തിങ്കൽ മേജോയുടെ വസതിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ചതിൽ ജനകീയ പ്രതിഷേധം പെടയനാട് സെന്ററിൽ നടത്തി. ഒക്ടോബർ മാസത്തിലും ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചിരുന്നു. ഇതിനു കാരണക്കാരായ പ്രതികളെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായില്ല. വീണ്ടുമുണ്ടായ ആക്രമണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പരിഭ്രാന്തി പരത്തുന്നുണ്ട്. പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ VK സന്തോഷ് ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. MV രവീന്ദ്രൻ, KA രഘുനാഥ്, ആൻഡു EC, ഷാഫി കല്ലുംകടവ്, ഹബീബുള്ള എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പള്ളി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് മേജോ വണ്ടി ഓടിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം, സംശയാസ്പദമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് പോലീസുകാരോട്, ഇന്ന ആളുകളാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെ കത്തിക്കലുണ്ടായി. അപകടകരമായ രീതിയിൽ പോയേനെ. അത്രയും രീതിയിലുള്ള കത്തലുകളും വീഡിയോ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടായതാണ്. എന്നിട്ടും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ശരിയായ രീതിയിലുള്ള സമീപനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹം ഓടിക്കുന്ന വേറെ ഓട്ടോറിക്ഷ വന്ന് റെക്സിനും മറ്റുള്ള വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന വാഹനത്തിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ അച്ഛൻ്റെ വണ്ടിയും അവർ തകരാറിലാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഇത് തികച്ചും പ്രതികാര നടപടി എന്ന രീതിയിലാണ്. അവർക്ക് ഭീഷണി പോലും, ജീവന് ഭീഷണി പോലും ഉള്ള രീതിയിലാണ് കക്ഷി വന്നിട്ട് അവരോട് പറഞ്ഞ് ഇത് ചെയ്തിട്ടുള്ളത്.
വടക്കേക്കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസി പിതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വാടാനപ്പള്ളി വികാരി ഫാദർ സിൻഡോ തോറയൻ നിർവഹിച്ചു. മധ്യസ്ഥത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ദൈവം ചൊരിയട്ടെ എന്ന പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ പോലെ എല്ലായിടത്തും പ്രകാശമായി തീരാൻ, കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രകാശമായിട്ട് തീരാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യേകം ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മം. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10-ന് ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടത്തും. ഫാദർ അനീഷ് കുത്തൂർ സഹകാർമ്മികനാകും. ഫാദർ ടൈസൺ മണ്ടുംപാൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7-ന് സെന്റ് വിൻസെന്റ് ഡി പോൾ യൂണിറ്റിൽ നിന്നും ലില്ലിപ്പൂ എഴുന്നള്ളിപ്പ് യൂണിറ്റിന്റെ വടക്കേ അതിർത്തിയിൽ നിന്നും ആരംഭിച്ച് രാത്രി 10-ന് കുരിശുപള്ളിയിൽ സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി നടത്തും. ഫാദർ ടോണി വാഴപ്പിള്ളി കാർമ്മികനാകും. വൈകിട്ട് 7-ന് സിനിമാ പ്രദർശനവും ഉണ്ടായിരിക്കും. വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, കൈക്കാരന്മാരായ ജോസഫ് ജോയ് ചിറ്റിലപ്പള്ളി, സെബാസ്റ്റ്യൻ ജേക്കബ്, ജനറൽ കൺവീനർ ജോജു നെല്ലിശ്ശേരി, ജോയിന്റ് കൺവീനർമാരായ ആൻസൺ ആന്റണി, റെജിൻ വത്സൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ച ശ്രീയാനെ BJP മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വെറും 45 സെക്കൻഡിനുള്ളിൽ 92 രാജ്യങ്ങളുടെ പതാകകൾ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ശ്രീയാൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം സ്വന്തമാക്കിയത്. തളിക്കുളം 12-ാം വാർഡിലെ മുല്ലക്കര സുധീഷിന്റെയും ബിനിയുടെയും മകനായ ശ്രീയാന്റെ അസാധാരണമായ ഓർമ്മശക്തിയും ലോകരാജ്യങ്ങളിലെ പതാകകളെക്കുറിച്ചുള്ള അറിവും ശ്രദ്ധേയമാണ്. ആദരവ് ചടങ്ങിൽ മഹിളാ മോർച്ച പ്രസിഡന്റ് രഹന ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ സ്മിത ശ്രീനിവാസൻ, ജ്യോതി ദാസ്, സംഗീത സാജു, രമ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെമ്മാപ്പിള്ളിയിൽ ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. പാചകവാതക വില വർധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.